ദൃഷ്ടി പിടിച്ചതുകൊണ്ട് മൊബൈലിൽ ചാർജ് നിൽക്കുന്നില്ല എന്ന് പരാതി. പക്ഷേ മൊബൈൽ ചാർജർ എവിടെ വെച്ച് മറന്നുവെന്ന് ഇപ്പോഴും അവനത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ക്യൂട്ട് ആണെങ്കിൽ ബ്ലാക്ക് ഡോട്ട് കമ്പൽസറി. പക്ഷേ പരീക്ഷയിൽ ബ്ലാക്ക് ഡോട്ട് മാത്രം ഇട്ടാ പറ്റില്ലല്ലോ. പുതിയ കാർ വാങ്ങി ദൃഷ്ടി ഓടിച്ചിട്ട് പിടിക്കും. ആക്സിഡന്റ് കൺഫേം. അതുകൊണ്ട് ആദ്യത്തെ 3 മാസത്തെ EMI അടയ്ക്കാതെ ദൃഷ്ടിദോഷം മാറ്റാനുള്ള പൂജാവിധികൾ ചെയ്തേ പറ്റൂ. ദൃഷ്ടി ബേസിക്കലി അസൂയയും കുശുമ്പും നിറഞ്ഞ അയൽക്കാരന്റെ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ മാത്രമാണ്. എപ്പിസോഡിന്റെ പേര് നിന്റെ ലൈഫ് എന്റെ കണ്ണ്. സീസൺ അൺലിമിറ്റഡ്, ലോജിക് സീറോ. വെൽക്കം ബാക്ക് ടു എക്സാം ബ്രോക്കർ പൂച്ച. Welcome to Exam Broker Poocha. Don't believe in superstitions. നമ്മുടെ നാട്ടില് ദൃഷ്ടി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയ ബ്ലൂടൂത്ത് വൈറസ് ആണ്. ദൃഷ്ടിയുള്ള ആള് നോക്കിയാൽ ലൈഫ് ക്രാഷ്. പുതിയ കാർ, കുട്ടികളുടെ ചിരി, ബിസിനസ്സിലെ ഉയർച്ച, ഇതൊക്കെ കണ്ടാൽ ദൃഷ്ടിക്ക് ഹാലിളകും. പൊതുജന വിശ്വാസം ദൃഷ്ടി എന്നത് പിശാച്, ദ വൈറസ് പ്രോമാക്സ് എന്നാണ്. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടി എന്നത് അന്ധവിശ്വാസം, ആന്റിവൈറസ് സബ്സ്ക്രിപ്ഷൻ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ അസൂയ മൂത്ത അയൽക്കാരന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് മാത്രമാണ് ദൃഷ്ടി. കുട്ടി വളരെ ക്യൂട്ടാണ്, പക്ഷെ ദൃഷ്ടി പിടിക്കും. ദൃഷ്ടി പിടിച്ചാൽ പനി വരും. പുതിയ കാറ് വാങ്ങി ദൃഷ്ടി പിടിക്കും. പക്ഷെ ദൃഷ്ടി പിടിച്ചാൽ ആക്സിഡന്റ് കൺഫേം. വീട്ടിൽ പുതിയ പെയിന്റിംഗ് ചെയ്തു, ദൃഷ്ടി പിടിക്കും. ദൃഷ്ടി പിടിച്ചാൽ ക്രാക്ക് വരും. എക്സാം പാസ് ചെയ്തു, ദൃഷ്ടി പിടിക്കും. ദൃഷ്ടി പിടിച്ചാൽ അടുത്ത എക്സാം പൊട്ടും. ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടുന്നു, ദൃഷ്ടി പിടിച്ചാൽ പാപ്പരാകും. കണ്ണേർ എന്നത് ദൗർഭാഗ്യത്തിന്റെ ഫ്രീ ട്രയലാണ്. ഒരു പ്രാവശ്യം ആക്ടിവേറ്റ് ആക്കിയാൽ ലൈഫ് ടൈം ഓട്ടോ റിന്യൂവൽ റീഫണ്ട് ഇല്ല, സയന്റിഫിക് സപ്പോർട്ടും ഇല്ല. ദൃഷ്ടിദോഷം എന്ന കോൺസെപ്റ്റ് ഗ്രീസ്, റോം, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ തുടങ്ങിയ പല സംസ്കാരങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ഒരു പഴയ പേടിയുടെ ഫ്രാഞ്ചൈസി വേർഷൻ മാത്രമാണ്. ആരെങ്കിലും നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ അവന്റെ കണ്ണ് കെട്ടി. അവൻ ദൃഷ്ടിദോഷം ഉള്ളവനാണെന്ന് പറഞ്ഞ് അസൂയയെ അന്ധവിശ്വാസമാക്കി അപ്ഗ്രേഡ് ചെയ്തതാണ് ഇതിന്റെ ചരിത്രം. പണ്ട് കാലത്ത് CCTV ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ദൃഷ്ടിദോഷമെന്ന സോഫ്റ്റ്വെയറിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തതുപോലെയാണ് സിറ്റുവേഷൻ. ബേസിക്കലി ദൃഷ്ടിദോഷം എന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഏൻഷ്യൻ CCTV ക്യാമറ ആയിരുന്നു. റെക്കോർഡിംഗ് ഇല്ല, എവിഡൻസ് ഇല്ല, പക്ഷെ ബ്ലെയിം വിത്ത് ഫുൾ HD. വീട്ടിൽ കറുത്ത പൊട്ടുവെക്കൽ, നാരങ്ങ മുളക് തൂക്കൽ, ഉപ്പ് ചുറ്റൽ, ഇതൊന്നും മാജിക് ഫയർവാൾ അല്ല. ഇത് പ്ലാസിബോ എഫക്റ്റ് ആണ്, അഥവാ യഥാർത്ഥ ചികിത്സയ്ക്ക് പകരമായി നൽകുന്ന വ്യാജമരുന്ന്. ശാസ്ത്രം പറയുന്നത് ദൃഷ്ടി ഇൻഫെക്ഷൻ അല്ല, ഇമാജിനേഷൻ മാത്രമാണെന്നാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നാരങ്ങയും മുളകും ശരിക്കും ദൃഷ്ടിദോഷം റിമൂവ് ചെയ്യുമെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റ് ICU ആകേണ്ടതല്ലേ? ഫ്രിഡ്ജിൽ 2 കിലോ നാരങ്ങ വെച്ച വീടുകൾക്ക് ലൈഫ് ടൈം സൂപ്പർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതല്ലേ? കറുത്ത ചരട് കെട്ടിയ ലക്ഷ്യസ്ഥാനം ചേഞ്ച് ആകുമെങ്കിൽ ഫാഷൻ ഷോപ്പുകളും നാസ റിസർച്ച് സെന്ററുകളെക്കാൾ പവർഫുൾ ആകേണ്ടതല്ലേ? ബേസിക്കലി സയൻസ് എവിഡൻസ് ചോദിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ നെറ്റ്വർക്ക് എററാണ്, റീകണക്ടിങ് ടു ബ്ലൈൻഡ് ബിലീഫ് മൂഡ് എന്നൊക്കെയാണ് മറുപടി കൊടുക്കുന്നത്. ആക്ച്വലി ഈ മൂഢവിശ്വാസത്തിന് പിന്നിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല വായ്ത്താരികളും കേട്ട് അയ്യോ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ് എന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്ന അവസ്ഥയാണ്. ഇതിനെയാണ് ശാസ്ത്രജ്ഞന്മാർ ബാർനം എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. 1000 തവണ കാര്യങ്ങൾ ഭംഗിയായി നടന്നിട്ടും എപ്പോഴെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ അതിനെ അന്ധവിശ്വാസവുമായി കൃത്യമായി ലിങ്ക് ചെയ്ത് ഞാൻ അന്നേ പറഞ്ഞതാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക ജീവിതം, അഥവാ കൺഫർമേഷൻ ബയസ് ആണ് മറ്റൊരു കാരണം. കറുത്ത പൂച്ച കുറുകെ ചാടിയ ദിവസം മാത്രം ഓർത്തുവെക്കാൻ കാണിക്കുന്ന ഒരു അപാരമായ ഓർമ്മശക്തി, അഥവാ സെലക്റ്റീവ് മെമ്മറി, ഫിയർ ഓഫ് സക്സസ് എന്നിവയാണ് മറ്റൊരു കാരണം. ഇനി ഞാൻ നിങ്ങൾക്ക് റിയൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾ തരാം. ആൻറ്റി പറയുന്നു കുട്ടി വളരെ ക്യൂട്ടാണ്, പക്ഷെ ദൃഷ്ടി പിടിച്ചു, പനി വന്നു. പക്ഷെ ആൻറ്റി, റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ പനി വരാൻ കാരണം വൈറസ് ആണ്, നെയ്ബർ അല്ല. അങ്കിൾ പറയുന്നു ദൃഷ്ടി പിടിച്ചത് കാരണം ബിസിനസ് നഷ്ടത്തിലാണെന്ന്.
പക്ഷെ അങ്കിൾ, ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണത് മിസ്മാനേജ്മെന്റ് ആണ്. കസിൻ പറയുന്നു ദൃഷ്ടി പിടിച്ചത് കാരണം പരീക്ഷയിൽ തോറ്റുവെന്ന്. ഇവൻ പരീക്ഷയിൽ തോക്കാൻ കാരണം ദൃഷ്ടിദോഷമാണെങ്കിൽ എന്തായാലും ഇവൻ പഠിച്ച സിലബസ് ബ്ലാക്ക് മാജിക് ആയിരിക്കും. ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് പ്ലാനിങ്, എഫേർട്ട്, റെസ്പെക്ട്, മെച്യൂരിറ്റി എന്നിവയാണ്. ദൃഷ്ടിദോഷത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. കൃത്യമായ തിരഞ്ഞെടുപ്പുകളും തളരാതെയുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഫ്യൂച്ചർ. ദൃഷ്ടിദോഷം വന്നത് ലോജിക്കിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഷോർട്ട് കട്ട് മാത്രമാണ്. ദൃഷ്ടി ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഉടനെ അത് കണ്ണേറാണ്, ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഡീകോഡ് ചെയ്യാൻ നടക്കുന്നതിന് പകരം വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ടൈം പാസ് ആണ് ദൃഷ്ടി എന്ന് മനസ്സിലാക്കുക. തലച്ചോറിനകത്ത് കുറച്ചെങ്കിലും യുക്തി ചിന്ത ബാക്കി വയ്ക്കുക. അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ യുക്തിസഹമായ ചിന്താഗതികൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ അർത്ഥവത്താണ്. അപ്പോ ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കിയ അന്ധവിശ്വാസം ദൃഷ്ടിദോഷം. നമ്മൾ വഴി കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ചിലര് പറയും, അയ്യോ അവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി, ഇങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക, യുക്തിസഹമായ ചിന്താഗതികൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിലെ മൂത്ത ഒരു അന്ധവിശ്വാസവുമായി എക്സാം ഗ്രൂപ്പ് പൂച്ചയിൽ ഞാനുണ്ടാവും, നിങ്ങൾ ഉണ്ടാവാം. സൈനിങ് ഓഫ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക.